തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ സ്കൂൾ കുട്ടികൾക്കായി ഉമാ തോമസ് MLA തുടങ്ങിയ പ്രഭാത ഭക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്യവേ നടൻ കുഞ്ചാക്കോ ബോബൻ നമുക്കറിയാം ഇപ്പോൾ ജയിലുകളിലാണ് കുറച്ചുകൂടെ നല്ല ഭക്ഷണം കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ, അതിനൊരു മാറ്റം വരണം. കുറ്റവാളികളെ വളർത്താനല്ല, കുറ്റമറ്റവർക്ക് ഏറ്റവും നല്ല സാഹചര്യം ഒരുക്കാനാണ് ഏത് സർക്കാരും ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം ഇപ്പോൾ ജയിലുകളിലാണ് കുറച്ചുകൂടെ നല്ല ഭക്ഷണം കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ. അപ്പം അതിനൊരു മാറ്റം വരണം. കുറ്റവാളികളെ വളർത്താനല്ല, കുറ്റമറ്റവർക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ടാണ് ഏത് സർക്കാരും ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് ഈയൊരു ഭക്ഷ്യപദ്ധതി ഒരു വലിയൊരു ഉദാഹരണമാവട്ടെ, ഒരു തുടക്കമാവട്ടെ, നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് കൂടെ നിൽക്കുന്ന, മുന്നിലും പിന്നിലും ഒപ്പവും നിൽക്കുന്ന എല്ലാവർക്കും, വേദിയിലിരിക്കുന്നവർക്കും ഇവിടെ കൂടിയിരിക്കുന്നവർക്കും, മനസ്സുകൊണ്ടെങ്കിലും ഈ ഒരു ചടങ്ങിനോടൊപ്പം നിൽക്കുന്ന എല്ലാ സഹൃദയർക്കും നന്ദി പറഞ്ഞതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് വരട്ടെ, വളരട്ടെ, വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് കുട്ടികൾക്ക് പോഷകാഹാരമുള്ള പ്രഭാത ഭക്ഷണം നൽകുന്ന സുഭിക്ഷം തൃക്കാക്കര പദ്ധതി മാതൃകാപരമാണെന്നും അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ കുഞ്ചാക്കോ ബോബന്റെ പരാമർശത്തിന് മറുപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എത്തിയിരിക്കുകയാണ്. സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണ സമയത്ത് സന്ദർശനം നടത്താൻ കുഞ്ചാക്കോ ബോബനെ ക്ഷണിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. കുഞ്ചാക്കോ ബോബനൊപ്പം താനും വരാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സദുദ്ദേശത്തോടെയാണ് നടന്റെ വാക്കുകളെന്നും സ്കൂൾ ഭക്ഷണത്തിന്റെ മെനുവും രുചിയും നടന് സ്കൂളിലെത്തിയാൽ അറിയാമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. നടന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് മന്ത്രിയുടെ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: മികച്ച ഭക്ഷണം നൽകേണ്ടത് ജയിലിലല്ല, സ്കൂൾ കുട്ടികൾക്കാണ്. കുഞ്ചാക്കോ ബോബൻ. ഈ രൂപത്തിലുള്ള ഗ്രാഫിക്സ് കാർഡുകളാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണ് ചാക്കോച്ചൻ പറഞ്ഞത് എന്നറിയണമല്ലോ. ആ വാക്കുകൾ ഞാൻ കേട്ടു. ചാക്കോച്ചൻ സദുദ്ദേശത്തോടെ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണ സമയത്ത് സന്ദർശനം നടത്താൻ ചാക്കോച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാനും വരാം, കുട്ടികൾക്കും സന്തോഷമാകും. കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാം. സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ മെനുവും രുചിയും അറിയുകയും ചെയ്യാം. കൂടാതെ അദ്ദേഹം അടിപൊളി ഫുഡ് എന്ന തലക്കെട്ടോടുകൂടി കൈക്കോട്ടുകടവ് PMSA പൂക്കോയത്തങ്ങൾ സ്മാരക സ്കൂൾ തൃക്കരിപ്പൂർ കാസർഗോഡ് സ്കൂളിൽ ഫ്രൈഡ് റൈസും ചിക്കനും പാകം ചെയ്യുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്നതിൻ്റെയും ഒരു റീല് കൂടെ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ കളറായി മക്കളെ, കളറായി, ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കനും എന്നൊരു കുട്ടി പറയുന്നതും, കഴിച്ചു കഴിഞ്ഞ കുട്ടികളോട് അധ്യാപകർ ഫുഡ് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അടിപൊളി, സൂപ്പർ എന്നിങ്ങനെ കുട്ടികൾ മറുപടി കൊടുക്കുന്നതും കാണാം. റീലിൽ വളരെ വൃത്തിയോടെ പച്ചക്കറികൾ അരിയുന്നതും ആഹാരം പാകം ചെയ്യുന്നതും കുട്ടികൾ സന്തോഷത്തോടെ പ്ലേറ്റുമായി കഴിക്കാൻ അച്ചടക്കത്തോടെ പോകുന്നതും സന്തോഷത്തോടെ കഴിക്കുന്നതും എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസിനൊപ്പം സാലഡും അച്ചാറും എല്ലാം ഉണ്ടെന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതിയ ഉച്ചഭക്ഷണ മെനു ഈ മാസം ആദ്യം മുതലാണ് നിലവിൽ വന്നത്. ലെമൺ റൈസ്, ടൊമാറ്റോ റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ഉൾപ്പെടുന്നതാണ് ഉച്ചഭക്ഷണ മെനു. ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി, ടൊമാറ്റോ റൈസ്, കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാകും. റൈസുകളോടൊപ്പം പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ ഇവ ചേർത്ത ചമ്മന്തിയും വേണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. മറ്റു ദിവസങ്ങളിൽ റാഗിയോ മറ്റു ചെറുധാന്യങ്ങളോ ഉപയോഗിച്ചുണ്ടാക്കുന്ന പായസമോ വ്യത്യസ്ത വിഭവങ്ങളോ ഒരുക്കും. 2011 ഓടുന്ന ട്രെയിനിൽ ഒരു യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദച്ചാമി കഴിഞ്ഞ മാസം ജയിൽ ചാടിയിരുന്നു. പിന്നീട് ഇയാളെ പിടികൂടിയെങ്കിലും സെല്ലിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ഗോവിന്ദച്ചാമി ഡയറ്റ് നോക്കിയിരുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. വിചാരണയ്ക്ക് കൊണ്ടുവന്ന രൂപമായിരുന്നില്ല അയാളുടേതിപ്പോൾ. ആഹാരം കഴിക്കുന്നത് കുറച്ച് ശരീരഭാരത്തിൽ കുറവ് വരുത്തി വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചോറ് കഴിക്കുന്നത് അവസാനിപ്പിച്ചിരുന്നു. പകരം ആഴ്ചകളായി ചപ്പാത്തി മാത്രമാണ് പ്രതി കഴിച്ചിരുന്നത്. കൃത്യമായ മെനുവും അളവും അനുസരിച്ചാണ് കേരളത്തിലെ ജയിലുകളിൽ തടവുകാർക്ക് ഭക്ഷണം നൽകുന്നത്. ഒരു തടവുകാരൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ഭക്ഷണത്തിൽ കുറവ് വരുത്തുകയോ വിഭവങ്ങളിൽ ചിലത് ഒഴിവാക്കുകയോ ചെയ്താൽ ജയിൽ അധികൃതരുടെ ശ്രദ്ധയിലെത്തും. എന്നാൽ ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല എന്നതൊരു വലിയ വീഴ്ചയാണ് എന്നും ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾക്കും ഇടവെച്ചിരുന്നു. ജയിൽ വകുപ്പിന് ഡയറ്റ് പ്രോഗ്രാമുകളുമായി കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നിവരെ ചോദ്യങ്ങൾ ഉയർന്നു. അന്ന് തന്നെ ഉയർന്ന ഒരു വിമർശനമാണ് ജയിലിലെ ആഹാരത്തിന്റെ ഗുണവും സ്കൂളുകളിൽ അത്രയും നല്ല ഭക്ഷണം കിട്ടുന്നില്ല എന്ന വിമർശനവും. ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്.